നമസ്കാരം. ഈ വീഡിയോ പ്ലസ് വണ്ണിന്റെ ട്രാൻസ്ഫറിനെ കുറിച്ചാണ്. അപ്പൊ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പലരോടും പല അധ്യാപകരും പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് അവിടുന്ന് കോഴ്സ് മാറ്റിത്തരാം, മാറ്റി കിട്ടും എന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ ട്രാൻസ്ഫറിനെ പറ്റി മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഈ ട്രാൻസ്ഫർ നടക്കുന്നതും, ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ ട്രാൻസ്ഫർ എന്ന് ആദ്യം പറയാം. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് വണ്ണിൽ നമ്മൾ ചേർന്ന ഒരു സയൻസ്, ആ സയൻസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കൊമേഴ്സിലേക്ക് മാറാം, അല്ലെങ്കിൽ നമ്മൾ ചേർന്ന കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് മാറാം, ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാറാം, ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് മാറാം. ഒരു സ്കൂളിൽ സയൻസ് ചേർന്നു, വേറൊരു സ്കൂളിൽ സയൻസിലേക്ക് മാറാം. ഒരു ജില്ലയിൽ സ്കൂളിൽ കൊമേഴ്സ് ചേർന്നു, വേറൊരു സ്കൂളിൽ സയൻസിലേക്ക് മാറാം. ഇതാണ് ട്രാൻസ്ഫർ. പക്ഷെ ഇത് നടക്കുന്നത് ഈ HSCAP-ലൂടെ ഓൺലൈനായിട്ട് മാത്രമാണ്. അപ്പോൾ അവിടെയും നമ്മൾ അർഹതപ്പെട്ട കുട്ടികൾക്കാണ്, ആ ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജില്ലയ്ക്കകത്തുള്ള സ്കൂളിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ജില്ലയ്ക്ക് പുറത്തുള്ള സ്കൂളിലേക്ക് വേണമെങ്കിൽ കൊടുക്കാം, ജില്ലയ്ക്കകത്തും ജില്ലയ്ക്ക് പുറത്തും കൊടുക്കാം ഒരുമിച്ച്. സംസ്ഥാനത്തെ ഏത് ജില്ലകളിലേക്കും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാം എന്നുള്ളതാണ് ഈ ട്രാൻസ്ഫറിന്റെ ഒരു പ്രത്യേകത. നമുക്ക് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, എവിടെയെങ്കിലും സ്ഥിരപ്രവേശനം കിട്ടിയ കുട്ടികൾക്കാണ് ട്രാൻസ്ഫർ. ഏതെങ്കിലും ഒരു സ്കൂളിൽ സ്ഥിരപ്രവേശനം കിട്ടിയ കുട്ടികൾക്കാണ് ട്രാൻസ്ഫർ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ട്രാൻസ്ഫർ കൊടുക്കണമെങ്കിൽ ഒരു സ്കൂളിൽ ഒഴിവുകൾ വേണമെന്നില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്ന സ്കൂളിൽ നിന്ന് ബി എന്ന് പറയുന്ന സ്കൂളിലേക്ക് ഒരു കുട്ടി ട്രാൻസ്ഫറിന് കൊടുത്തു. അപ്പോൾ ട്രാൻസ്ഫർ കൊടുത്തു. എ എന്ന സ്കൂളിൽ കുട്ടി സയൻസിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബിയിൽ സയൻസിനാണ് കൊടുത്തത്. എന്നാൽ ബി എന്ന് പറയുന്ന സ്കൂളിൽ സയൻസിന് ഒഴിവില്ല. പക്ഷേ ഈ ട്രാൻസ്ഫർ വന്നപ്പോൾ ബിയിൽ നിന്നൊരു കുട്ടി പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു, വേറൊരു സ്കൂളിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ ബിയിൽ എന്ത് വന്നു? വേക്കൻസി വന്നു. അപ്പോൾ ഈ കുട്ടി എങ്ങനെ എയിൽ നിന്ന് ബിയിലേക്ക് കുട്ടിക്ക് ട്രാൻസ്ഫർ കിട്ടും. അപ്പോൾ ഇതൊരു ഒരു ചങ്ങല പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ട്രാൻസ്ഫർ കൊടുക്കാൻ, ഒരു സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ ആ സ്കൂളിൽ ഒഴിവ് വേണമെന്നില്ല. ഒരിടത്ത് എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്കൂളിൽ ഒരു ഒഴിവ് വന്നു, അപ്പോൾ ബിയിലേക്ക് പോയി. അവിടുന്ന് സിയിലേക്ക് ഒരു കുട്ടി പോകാനുണ്ടായിരുന്നു, സിയിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക്, അടുത്ത ജില്ലയിലേക്ക് ഒരു കുട്ടി പോകാനുണ്ടായിരുന്നു, അപ്പോൾ അവിടത്തേക്ക് വേറൊരാൾ വന്നു. ഇങ്ങനെ ഒരു ചെയിനായിട്ടാണ് ഈ ട്രാൻസ്ഫർ നടക്കുന്നത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാനൊരു ഔട്ട്ലൈൻ പറയുന്നുള്ളൂ, വിശദമായിട്ട് ഞാൻ അന്നേരം വീഡിയോ ഇടും ട്രാൻസ്ഫർ വരുന്ന സമയത്ത്. ഈ ട്രാൻസ്ഫറിന് ജാതിയും സംവരണവും ഒന്നുമില്ല, അത് ആദ്യം മനസ്സിലാക്കുക. അതായത് ഞാൻ മുസ്ലിമാണ്, അല്ലെങ്കിൽ ഞാൻ ഈഴവ തീയാണ്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും വിശ്വകർമ്മയാണ്, ലാറ്റിൻ കാത്തലിക്കാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ജാതി സംവരണവും ഏതിലില്ല? ഈ ട്രാൻസ്ഫറിൽ ഇല്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് ഓപ്പൺ ആണ്. അപ്പോൾ പ്രവേശനം കിട്ടിയവർക്കാണ് ട്രാൻസ്ഫർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ പ്രവേശനം കിട്ടിയവർക്ക് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഒരു സ്കൂളിൽ റോമൻ കാത്തലിക് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അവിടെ പ്രവേശനം കൊടുത്തത്. ആ പ്രവേശനം കൊടുത്തെടുത്തുനിന്ന് ഗവൺമെന്റ് സ്കൂളിലേക്കോ മറ്റൊരു മാനേജ്മെന്റിന്റെ കീഴിലേക്കോ ട്രാൻസ്ഫർ കൊടുക്കാൻ കഴിയില്ല. കാരണം അത് അവിടെ മാത്രമുള്ള ഒരു സംഭവമാണ്. ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അവിടെ ആ സ്കൂളുകാർ മാത്രം കൊടുത്ത പ്രവേശനമാണത്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെന്റ് കോട്ടയിലോ സ്ഥിരപ്രവേശനം നേടിയ ഒരു കുട്ടിക്കും ട്രാൻസ്ഫർ കൊടുത്ത് മറ്റൊരു സ്കൂളിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല, ഇല്ല. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊക്കെ വിധത്തിൽ ട്രാൻസ്ഫർ കൊടുക്കാമെന്ന്. ഇപ്പം നമ്മൾ എ എന്ന ഒരു സ്കൂള്, എ എന്ന് പറയുന്ന ഒരു സ്കൂള്, ഇപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ
പിന്നെ കോഴിക്കോട്, അപ്പോൾ തിരൂര്, ഞാനൊരു എക്സാമ്പിൾ എടുക്കാം. തിരൂർ, മലപ്പുറത്തുള്ള തിരൂർ എന്ന് പറയുന്ന സ്ഥലം. തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കുറേ സ്കൂളുകളുണ്ട്. തിരൂര് ഗവൺമെന്റ് ബോയ്സ് ഉണ്ട്. അവിടെ നിന്ന് ഒരു കുട്ടി തിരുനാവായ NMMHSലേക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കാം. തിരൂര് ബോയ്സ് ഹൈസ്കൂളിൽ കുട്ടി സയൻസ് ആയിരുന്നു. കുട്ടി തിരുനാവായ സ്കൂളിലേക്ക് സയൻസിന് തന്നെ ട്രാൻസ്ഫർ കൊടുത്തു. അതൊരു ഓപ്ഷൻ. ഇതേ കുട്ടി തിരൂർ ബോയ്സിൽ നിന്ന് തൊട്ടടുത്തുള്ള മറ്റൊരു സ്കൂളാണ് ആലത്തിയൂർ ഹൈസ്കൂൾ. ആലത്തിയൂർ ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. അല്ലെങ്കിൽ തിരൂർ ഹൈസ്കൂളിൽ നിന്ന് ഏഴൂർ ഹൈസ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പേര് പറയുമ്പോൾ കൺഫ്യൂഷൻ, അതുകൊണ്ട് ABC വെച്ച് നമ്മൾ പറയാം. A എന്ന സ്കൂളിൽ നിന്ന് B എന്ന സ്കൂളിലേക്ക് ഒരേ കോമ്പിനേഷനിൽ ട്രാൻസ്ഫർ കൊടുത്തു. അതായത് സയൻസിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി സയൻസിലേക്ക് തന്നെ ട്രാൻസ്ഫർ കൊടുത്തു. അപ്പോൾ സ്കൂൾ മാറി. മറ്റൊന്ന്, A എന്ന സ്കൂളിൽ കുട്ടി കൊമേഴ്സിലായിരുന്നു. A എന്ന് പറയുന്ന സ്കൂളിൽ കുട്ടി കൊമേഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതേ സ്കൂളിലെ സയൻസിന് കുട്ടിക്ക് കൊടുക്കാം. A എന്ന് പറയുന്ന സ്കൂളിലെ സയൻസിന് കുട്ടിക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അപ്പോൾ ഒരേ സ്കൂളിൽ തന്നെ ട്രാൻസ്ഫർ കൊടുക്കാം. എന്ത് മാറ്റം? കോഴ്സ് മാറും. അപ്പോൾ രണ്ടാമത്, A എന്ന സ്കൂളിൽ നിന്ന് B എന്ന സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നു. അത് ഏതൊക്കെ വിധത്തിൽ കൊടുക്കാം? A എന്ന സ്കൂളിൽ സയൻസ് പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി B എന്ന സ്കൂളിലെ സയൻസിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ A എന്ന് പറയുന്ന സ്കൂളിൽ കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി B എന്ന് പറയുന്ന സ്കൂളിലെ സയൻസിന് കൊടുക്കാം. അപ്പോൾ ഒരേ സ്കൂളിൽ തന്നെ വേറെ ഏത് കോഴ്സിനും കൊടുക്കാം. ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് കോഴ്സ് അതേ കോഴ്സിന് കൊടുക്കാം. അല്ലെങ്കിൽ കോഴ്സ് മാറിക്കൊടുക്കാം. ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ജില്ലയിലുള്ള ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു ജില്ലയിലുള്ള ഒരു സ്കൂളിലേക്ക് കോഴ്സ് അതേ കോഴ്സിന് കൊടുക്കാം. വേറൊരു കോഴ്സിനും നമുക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. ഏത് വിധത്തിൽ വേണമെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ കൊടുക്കാം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത്തരത്തിൽ എത്ര ഓപ്ഷൻ അതുപോലെ വേണമെങ്കിലും വെക്കാം. നമ്മൾ വളരെ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ വേണ്ടി വരുന്നത്? ചില കുട്ടികൾക്ക് കിട്ടിയത് വളരെ ദൂരത്തായിരിക്കും. അപ്പോൾ വീട്ടിനടുത്തുള്ള സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വെച്ചിട്ട് വരാൻ താല്പര്യമുള്ളവരുണ്ടാവും. ഒന്ന്. രണ്ടാമത്തത്, ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയില്ല ചിലർക്ക്. സ്കൂൾ ഇഷ്ടമാണ്, പക്ഷെ കോഴ്സ് ഇഷ്ടപ്പെട്ടതല്ല. അങ്ങനെയെങ്കിൽ അതേ സ്കൂളിൽ കോഴ്സ് മാറി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാം. മൂന്നാമത്തെ കാര്യം, ഞാൻ സെലക്ട് ചെയ്ത കോഴ്സ് ശരിയായില്ല. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഈ ട്രാൻസ്ഫർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മാസമാവും. അപ്പോൾ ഈ ഒരു മാസം ആ കുട്ടി ആ സ്കൂളിൽ പഠിച്ചതിന് ശേഷമാണ് ട്രാൻസ്ഫർ നടത്തുന്നത് വിചാരിച്ചോ. ഒരു പക്ഷേ ഇപ്പോൾ സയൻസിൽ പോയി ചേർന്ന ഒരു കുട്ടി ഒരു മാസം ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തോന്നുകയാണ്, അയ്യോ ഇത് പഠിച്ചെടുക്കാൻ എന്നെ കൊണ്ടാവുന്നില്ല, ഞാൻ ഈ സയൻസിൽ തുടരുന്നില്ല. അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കൊമേഴ്സിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. ആ സ്കൂളിലെ കൊമേഴ്സിലേക്ക് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ കൊമേഴ്സിലേക്ക് കൊടുക്കാം. അല്ല, വേറൊരു കുട്ടി ഒരു മാസം കൊമേഴ്സിലാണ് കിട്ടിയത്, കൊമേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നേഴ്സിങ്ങിന് പോകാനാണ് താല്പര്യം. അപ്പം നേഴ്സിങ്ങിന് പോകണമെങ്കിൽ ബയോസയൻസ് പഠിക്കണം. അപ്പോൾ കുട്ടിക്ക് അത് വലിയ ആഗ്രഹമാണ്. അത്തരം കുട്ടികളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ആ കൊമേഴ്സിൽ നിന്നുകൊണ്ട് സയൻസിലേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. അതേ സ്കൂളിൽ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ സയൻസിന് കൊടുക്കാം. പിന്നെ ചില കുട്ടികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ, ആദ്യം ചേർന്നപ്പോൾ ഒന്നും ഒരു ഇഷ്ടമില്ലായിരുന്നു. കാരണം എൻ്റെ പിന്നെ സുഹൃത്തുക്കൾ ആരും ഇവിടെ ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ആരുമില്ല, അതുകൊണ്ട് ഈ സ്കൂൾ എനിക്ക് പറ്റുന്നില്ല, പഠിക്കാൻ കഴിയുന്നില്ല, ബാക്കിയൊക്കെ കൂട്ടുകാരൊക്കെ മറ്റു സ്കൂളുകളിലാണ്, എന്നെക്കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ദൂരമുണ്ട്, എല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്ന കുട്ടികൾ ചില സന്ദർഭത്തിൽ ഒരു മാസം കഴിയുമ്പോഴേക്ക് അവർ ആ സ്ഥാപനവുമായിട്ടൊരു സ്നേഹത്തിലാവും. അപ്പോൾ പ്രശ്നമില്ല.
പിന്നെ അവർ ആ സ്ഥാപനം വിട്ടുപോകാൻ തയ്യാറാവാത്ത ഒരു സ്ഥിതി. നല്ല ക്ലാസ്സാണ്, പുതിയ നല്ല അധ്യാപകരാണ്, അധ്യാപകരൊക്കെ ഫ്രണ്ട്ലി ആണ്, പുതിയതായിട്ട് വന്നിട്ടുള്ള കുട്ടികളൊക്കെ നല്ല കൂട്ടുകാരാണ്, ഇത്തരത്തിലുള്ള നല്ല സൈലൻ്റ് ആണ്, വേറെ ഒരു കുരുത്തക്കേടുകളോ മറ്റ് കുഴപ്പങ്ങളോ ഒന്നും ആ സ്കൂളിൽ ഇല്ല, നല്ല സ്കൂളാണ്, നന്നായി ക്ലാസ് എടുക്കുന്നു, നന്നായി മനസ്സിലാവുന്നു. അങ്ങനെയാണ് പിന്നെ പോകണ്ടാൻ നോക്കും കുട്ടികൾ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും വരാം. ഒരു കുറച്ച് 2-3 ആഴ്ച നിലവിലുള്ള ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കുട്ടികളുടെ ചിന്താഗതിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച്, ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് പറയാനുള്ള കാര്യം. ട്രാൻസ്ഫർ വരുന്ന സമയത്ത് എന്തു തന്നെയായാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ വരുള്ളൂ. അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് ട്രാൻസ്ഫർ നടന്നാൽ സംവരണ തത്വങ്ങൾ അട്ടിമറിക്കപ്പെടും എന്നൊരു ആ, പരാതി വരുന്നത് കൊണ്ടാണ് അത് എല്ലാം കഴിഞ്ഞ് അവസാനം ട്രാൻസ്ഫർ അപേക്ഷ സ്വീകരിക്കാനുള്ള കാരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ട്രാൻസ്ഫറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ചങ്ങലയാണ്. കാസർഗോഡ് തുടങ്ങി ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്ന ഒരു ചങ്ങലയാണ്. ഒരിടത്തുനിന്ന് ഒരാൾ പോയി ആ ഒഴിവിലേക്ക് വേറൊരാൾ വന്നു, ഇവൻ വന്ന ഒഴിവിലേക്ക് മറ്റൊരു സ്കൂളിൽ നിന്ന് അവിടെ ആൾ വരും, അവൻ വന്ന സ്കൂളിലേക്ക് അതിൻ്റെ അപ്പുറത്തെ സ്കൂളിൽ നിന്ന് ഒരാൾ വരും. ഈ രീതിയിൽ ചങ്ങലയായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ഫർ നടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ 21,000 ഒഴിവുകൾ ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിളാണ്. ട്രാൻസ്ഫർ നടക്കുന്നതിന് മുമ്പ് കേരളത്തിൽ 21,000 ഒഴിവുകൾ ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ കംപ്ലീറ്റ് നടന്നു, എല്ലാ ഗ്രൂപ്പിലേക്കും ട്രാൻസ്ഫർ നടന്നു കഴിയുമ്പോഴും എന്തുണ്ടാവും? ഈ 21,000 ഒഴിവ് അവിടെ ഉണ്ടാവും. അതെവിടെയാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ട്രാൻസ്ഫർ നടക്കുന്നത് കൊണ്ട് ഒരൊഴിവും ഫില്ല് ചെയ്യുന്നില്ല, മറിച്ച് ഒരു ഒഴിവിൽ നിന്ന് മറ്റൊരു ഒഴിവിലേക്ക് മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ നേരത്തെ കൊമേഴ്സ് സയൻസിൽ 5 ഒഴിവുള്ള സ്ഥലത്ത് ഇപ്പൊ സയൻസ് ഫുള്ളായിട്ടുണ്ടാവും. പക്ഷേ എല്ലാം കൂടി നോക്കുമ്പോൾ, കേരളം മുഴുവൻ നോക്കിയാൽ, ഈ 21,000 ഒഴിവ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ട്രാൻസ്ഫർ കഴിയുമ്പോഴും ആ 21,000 ഒഴിവുകൾ ഉണ്ടായിരിക്കും. പക്ഷെ സയൻസിൽ അന്നേരം 5,000 ഒഴിവുണ്ട്, ഇപ്പൊ സയൻസിൽ ചിലപ്പോൾ ഒഴിവേ ഉണ്ടാവില്ല, അത്തരത്തിൽ. പക്ഷെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ്, അത് ആകെ സീറ്റുകൾക്ക് ഒരു വ്യത്യാസവും, അത് എല്ലാ ഗ്രൂപ്പിലും കൂടിയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, പുതിയതായിട്ട് ഒരാളെ ഈ ട്രാൻസ്ഫർ സമയത്ത് പ്രവേശിപ്പിക്കുന്നില്ല, മറിച്ച് മാറുക മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറുക മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് മാറുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നതാണ് ഇതിൽ നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ സമയം വരുന്ന സമയത്ത് വളരെ വിശദമായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ അന്നേരം ഞാൻ പറഞ്ഞു തരാം. ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ കൊടുക്കാം. ട്രാൻസ്ഫറിന് കൊടുക്കുമ്പോഴുള്ളൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു കുറച്ച് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തോളം ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷമാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ താഴെയുള്ള, ഇപ്പോൾ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്ക് പോകുന്നവരാണ്, ഈ 1 മാസത്തെ ഗ്യാപ്പ് അവിടെ വരും. പുതിയ കോഴ്സ് സയൻസ് അത്രയും പഠിപ്പിച്ചതൊക്കെ പിന്നെയും നമ്മൾ പഠിച്ചെടുക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ചില സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്കാണ് മാറുന്നതെങ്കിൽ അവിടെ പഠിപ്പിച്ചതിൻ്റെ തുടർച്ചയായിരിക്കില്ല പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ, ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ പുതിയ സ്കൂളിൽ നമ്മളൊരു ട്രാൻസ്ഫർ കിട്ടി, ഏതെങ്കിലും ഒരു പുതിയ സ്കൂളിലെത്തി, അവിടെ എത്തുമ്പോൾ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് ലേശം ഒരു പ്രയാസം വരും കുട്ടികൾക്ക്, അതേ ഉള്ളൂ. അത് ഒരു വിത്തിൻ 1 വീക്കിൽ അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ആവും, അങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയും. എനിവേ, വിശദമായിട്ട് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് വീണ്ടും എന്താണ് ഈ ട്രാൻസ്ഫർ, എങ്ങനെയാണ് എന്ന് ഒരു ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.